അമേരിക്കൻ പിന്തുണയുള്ള കപ്പലിനെ ഇറാൻ ആക്രമിച്ച് തകർത്തു. സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് കരാർ ലംഘിക്കുകയും ചതിപ്രയോഗം നടത്തുകയും കുരുട്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധാരണയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. ഹോർമുസ് കടലിൽ അമേരിക്കയുടെ തീരത്തിനോട് ചേർന്നുള്ള ഭാഗം ഒഴിവാക്കി ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് പുതിയൊരു കടൽപ്പാത സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്തത്. അതിന് ഒമാനെ ഭീഷണിപ്പെടുത്തിയെന്നോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നോ പറയപ്പെടുന്നു. അപ്പോൾ ഒമാൻ്റെ തീരം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 15 കിലോമീറ്റർ ഒമാൻ്റെ ഭാഗവും 15 കിലോമീറ്റർ ഇറാൻ്റെ ഭാഗവുമായിട്ടാണ് ഏകദേശം കണക്കാക്കുന്നത് ഈ ഹോർമുസ് കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങൾ. അതിൽ ഇറാൻ്റെ ഭാഗം ഒഴിവാക്കി, ആ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒമാൻ്റെ ഭാഗമാണ് വരുന്നത്. ഇതിലൂടെ ഇറാൻ്റെ മേഖലയിൽ നിന്ന് കപ്പൽ പോകാതെ, മേഖലയിലൂടെ കപ്പൽ പോകണമെങ്കിൽ അവിടെ സമ്മതമാണ്, അത് ഒഴിവാക്കിക്കൊണ്ട് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് കപ്പൽ കടത്തുക എന്നുള്ള കുരുട്ട് തന്ത്രമാണ് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമായിട്ട് അമേരിക്ക ചെയ്തത്. ഈ ഭാഗത്ത് കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് കാര്യമായിട്ട് ഇപ്പോൾ ഇറാൻ്റെ സൈനിക ട്രൂപ്പിൻ്റെ ഒരു വിഭാഗത്തിനുള്ളത്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്നലെ സിംഗപ്പൂർ പതാകയുള്ള കപ്പൽ ലൈബീരിയയിലേക്ക് പ്രകൃതിവാതകവുമായിട്ട് പോകുകയാണ് ഉണ്ടായത്. അതിന് എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഇൻ്റർനാഷണൽ മാരിടൈൻ ഓർഗനൈസേഷൻ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എസ്കോർട്ട് പോയിട്ടുണ്ട്, അതായത് പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയാണ് സമ്മർദ്ദമാക്കിയത്. അങ്ങനെ ഇവർ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്ന കപ്പലിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇവർ പിന്തുണ, ഇവരുടെ എസ്കോർട്ട് ഉണ്ടാവും, മുമ്പിലോ ബേക്കിലോ കപ്പലുണ്ടാവും എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ മാരിടൈൻ ഓർഗനൈസേഷൻ പിന്നീട് എന്ത് ചെയ്തെന്നറിയോ? ഈ പ്രവൃത്തി നിർത്തിവെച്ചു. അവർ പറഞ്ഞ് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ ഒരു ബദൽ സംവിധാനം, ബദൽ റോഡ് നിർമ്മിക്കുക, അതിലൂടെ കപ്പലിനെ പറഞ്ഞേക്കുക, എന്നിട്ടോ അതിന് ഇറാൻ ആക്രമിക്കുക, ആക്രമണത്തിന് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുക, ഇതൊക്കെ വലിയ രീതിയിലുള്ള അപകടം ചെയ്യുന്ന രീതിയാണ്. അഥവാ ഈ മരണം വരെ, അതായത് കപ്പൽ തകർക്കപ്പെട്ടാൽ പിന്നീട് അതിലുള്ള വസ്തുക്കൾ നശിച്ചു, കപ്പൽ നശിച്ചു, അതിലുള്ള ജീവനക്കാരും കൊല്ലപ്പെടും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ ആക്രമിക്കപ്പെട്ട കപ്പലിൽ ഏതെങ്കിലും ജീവനക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം വന്നിട്ടില്ല. എന്നാൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് അവിശ്വസനീയമായിരിക്കുന്ന റിപ്പോർട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അമേരിക്ക ചെയ്യും, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അതിന് ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അപ്പാടെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധമുഖമാണ്, ആ യുദ്ധമുഖത്ത് ഒമാന് വേറെ തങ്ങളുടെക്ക് വേറെ അങ്ങനെയൊന്നുമില്ല, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും തങ്ങളാണ് ഇടപെടൽ നടത്തുന്നത്, അത് മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് അമേരിക്ക ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നുള്ള റിപ്പോർട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നത്. അഥവാ ഈ ചുങ്കം വാങ്ങുന്നതുമായിട്ട് യൂസേഴ്സ് ഫീസ് വേണമെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞു. ദഹിദ് തീരം വഴി പുതിയ പാത വെട്ടിത്തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ കൂടിയാലോചന ഒക്കെ നടന്നിട്ടുണ്ട്. ഒമാൻ ആദ്യഘട്ടത്തിൽ അതിനെ എതിർത്ത് പറയുകയും ചെയ്തു. എന്നാൽ ഒമാൻ സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് ഇവിടെ ഒരു പാത ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര പാതയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. ഒരു അന്താരാഷ്ട്ര പാതയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അംഗീകരിക്കുകയില്ല എന്ന് ഇറാൻ അതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സർവ്വ മേഖലയിലും പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇറാനാണ് എന്ന് അമേരിക്ക ആരോപിച്ചു. അതിന് ഇറാൻ്റെ ഭാഗത്ത് ഈ പ്രതികരണം വന്നിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നില്ല? ഇറാൻ ലംഘിച്ചിട്ടുണ്ട്, ഇറാൻ ലംഘിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ലംഘിക്കപ്പെടുന്നവരുടെ എല്ലാവരുടെയും പേര് പറയണ്ടേ? അത് പറയാത്ത കാര്യം എന്താണ് എന്ന് ഇറാൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമാൻ തീരം ചേർന്ന അന്താരാഷ്ട്ര മേഖലയിലെ കണ്ടെയ്നർ ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചു. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനിടെ ദഹീദ് തുറമുഖത്തിന് തെക്ക് കിഴക്കായി 7.5 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആക്രമണം നടക്കുന്നത്. എണ്ണക്കപ്പലാണ് എന്ന് സംശയിക്കപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കപ്പൽ ആക്രമണത്തെ അമേരിക്ക നിശിതമായിട്ട് വിമർശിച്ചു. എസ്കോർട്ട് പോകുന്ന ഇൻ്റർനാഷണൽ മാരിടൈൻ ഓർഗനൈസേഷൻ ഈ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം വന്നു, ഇറാൻ കരാർ ലംഘിച്ചിരിക്കുന്നു. 1
രണ്ടാമത്തത് ഉത്തരവാദി ഇറാനാണ് 2. മൂന്നാമത്തത് സമുദ്രപാത സുരക്ഷിതമാക്കണമെന്ന് ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടു 3. നാലാമത്തത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇറാൻ ഉത്തരവാദിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പോരുന്നുണ്ട്. അതിന് ഇറാൻ ഈ മേഖല ആക്രമിക്കപ്പെട്ടത് ഇറാനാണെന്ന് ഇറാൻ തന്നെ സമ്മതിക്കുമ്പോൾ പിന്നെ ഒരു അന്വേഷണത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങളാണ് ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് അത്തരമൊരു കപ്പൽ പോയാൽ ഇനിയും ആക്രമിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊടുന്നനെ ചാടി എണീറ്റുകൊണ്ട് തിരിച്ചാക്രമണം നടക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. എന്തുകൊണ്ടോ അവർക്കതിന് കഴിയുന്നില്ല. അവർക്ക് ഈ മേഖലയിൽ അതിജീവിക്കാൻ സാധിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കരാർ വ്യവസ്ഥയില്ല, ഒരു ധാരണ മാത്രമാണ്. ധാരണ ലംഘിക്കാൻ പാടില്ല. ഈ ധാരണ വളരെ പ്രധാനപ്പെട്ടതാണ് ലെബനാൻ എന്ന് പറയുന്ന രാജ്യം. ലെബനാന് നേരെ ഇസ്രായേൽ വീണ്ടും 2 തവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ലംഘനം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കപ്പലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നത്. മറ്റൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു 3 കപ്പൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന്. അത് ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അത് 1 മാത്രം പുറത്ത് വന്നിട്ടുണ്ട്. 2 അതിന് ശേഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒമാൻ അതിർത്തി ചേർന്ന് കൊണ്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അപ്പോൾ ഈ മേഖലയുടെ പുറത്ത്, അതായത് പറയുന്നത് ഹോർമുസിൻ്റെ പുറത്ത് അറേബ്യൻ കടൽ തീരം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും ഉണ്ട്. യുദ്ധക്കപ്പൽ എന്ന് പറയുന്നു, സാധാരണ കപ്പൽ എന്ന് പറയുന്ന ഏതാണ്ട് കപ്പലുകളുണ്ട്. ഈ കപ്പൽ ഈ നിരീക്ഷണം നടത്തപ്പെടുകയും ഈ ആക്രമണം കാണുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാൻ വേണ്ടി പറ്റില്ല. പ്രതികരിക്കണമെങ്കിൽ ഇറാനെ ആക്രമിക്കണം. ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ആപ്പാടെ മാറും. ഒരു നിയന്ത്രണമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നീട് മഹായുദ്ധത്തിലേക്ക് അത് എടുത്തെറിയപ്പെടും. അത് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ക്ഷീണമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ അവർ പുറന്തള്ളപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും ഇറാനിനെ ആക്രമിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ വിഷയമുള്ള കാര്യമാണ്. കാര്യം അവർ ലക്ഷ്യം കണ്ടുകൊണ്ട് അറേബ്യൻ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ആക്രമണ പരമ്പരകൾ നടത്തും. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും സാമ്പത്തിക ഇടിവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇന്ന് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാണ് വലിയ വിഷയമുണ്ട്. അടുത്ത മാസമാണ്, നവംബർ മാസത്തിലാണ് അവിടെ ഇലക്ഷൻ വരാൻ പോകുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് തുടരണോ വേണ്ടേ, അയാളുടെ നയനിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിശദീകരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്ക പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രശ്നം വരും. യുദ്ധമാണെങ്കിലും സാമ്പത്തിക വിഷയമാണെങ്കിലും ഇസ്രായേലിനെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പിന്നെ കൂടിയാലോചനയോട് കൂടിങ്ങാണ്ട് മാത്രമേ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റൂ. പ്രസിഡൻസിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പവറിൻ്റെ കാഠിന്യത്തിന് വലിയ ഇടിവ് വരും. അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. ഇപ്പം തന്നെ അടുത്ത ഘട്ടത്തിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കൻ കോൺഗ്രസ് ട്രംപിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തുടർന്നുള്ള ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒറ്റക്കുള്ള യുദ്ധത്തിൻ്റെ പരിധി കഴിഞ്ഞത് എന്താ 60 ദിവസമായിട്ടാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. 60 ദിവസം കഴിഞ്ഞപ്പോൾ 100 ദിവസം പിന്നിട്ടു. 100 ദിവസം പിന്നിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒറ്റക്കൊരു യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു ഭാഗത്ത് സമാധാനം ഉണ്ടാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, മധ്യസ്ഥത ഇരുത്തുന്നു, വലിയ ചർച്ച ചെയ്യുന്നു. പാകിസ്ഥാനെ പോലും മധ്യസ്ഥതയ്ക്ക് അമേരിക്ക വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് വലിയൊരു തോൽവി ഉണ്ടോ? ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മധ്യസ്ഥൻ്റെ റോളിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എത്തപ്പെടുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യം ഒരുപാട് വിഷയങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ട ചരിത്രമുള്ള രാജ്യമാണ്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗിലേക്ക് എത്തി നിർത്തുന്നവരെ ഇഷ്ടം പോലെ വിഷയത്തിൽ അവർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, പല യുദ്ധവും അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നു അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ. എന്നാൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇടപെടൽ നടത്താൻ അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കതിന് സമയമില്ല. ആഭ്യന്തര കലാപങ്ങൾ, ഈ ഭീകരാക്രമണങ്ങൾ, വിഷയപ്രശ്നങ്ങൾ, പിന്നീട് ഭരണാധികാരികൾ, അതായത് പ്രസിഡൻഷ്യൽ സംവിധാനം, സൈനിക കമാൻഡർമാർ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു, അവർ ജയിലടക്കുന്നു. അല്ലെങ്കിൽ പ്രധാനമന്ത്രി സൈനിക കമാൻഡറെ പിടിക്കുന്നു, ജയിലടക്കുന്നവരെ സ്ഥാനം ഒഴിവാക്കുന്നു. ഇത് ആട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടാവാറില്ല. പ്രശ്നാധിഷ്ഠിതമായ ഒരു രാജ്യത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ അറിയപ്പെടുന്നത്. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ്. ആണവായുധം എവിടെയാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ ഒരു രാജ്യം ഇത്രയും വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിൽ മധ്യസ്ഥൻ്റെ റോളിൽ വന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനികൾക്ക് പോലും വിശ്വാസമല്ല. കാരണം ഇത് കണ്ടെങ്കിലും എത്തിക്കാനൊന്നും അവർക്കായില്ല. അങ്ങനെയുള്ള ഒരു തൻ്റെ കഴിവുള്ള ഒരു രാജ്യത്തിൻ്റെ പേരല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്.
അവർ അതിലൊക്കെ കുറവാണ്. ഇന്ത്യ വിഭജന കാലത്ത് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നേതാക്കന്മാർ പറയപ്പെട്ടത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമല്ല, അതൊരു പരീക്ഷണ ഭൂമിയാണ്. കൃത്യമായിരിക്കും ലക്ഷ്യത്തിലെത്തിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന നിലക്ക് അവർക്ക് മുന്നേറുക എന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ലക്ഷ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ വലിയ അത് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. അമേരിക്ക എന്തോ രാഷ്ട്രീയ കുബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ കക്ഷിയായി ചേർന്നത്. ഏതാണെങ്കിലും അവരുമായിട്ട് ചർച്ച ചെയ്തു, മധ്യസ്ഥതയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ ഇപ്പുറത്ത് വന്നിട്ട് കരിങ്കാലിപ്പണി ചെയ്തു. അത് കയ്യോടെ ഇറാൻ പിടിച്ചു, ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. അതോടുകൂടി സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.